ജനിക്കുന്ന സന്ദർഭത്തിലുണ്ടായ ചില അത്ഭുതങ്ങളാണ്. അത് വിശദമായി മൗലിദുൽ ഹുസ്നയുടെ 7ാമത്തെ ഹിസ്ബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഗദ്യമായി നാം അവിടെ പറഞ്ഞിട്ടുണ്ട്. കവിതയിൽ ഇപ്പോഴാണ് അത് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്ന സമയത്ത് സാധാരണ കുട്ടികൾ പ്രസവിക്കപ്പെടുന്നത് പോലെയല്ല. മുത്തനബി പ്രസവിക്കുന്ന സമയത്ത് അട്ടഹസിച്ച് കരയുന്നില്ല. സാധാരണ കുട്ടികൾ പ്രസവിക്കപ്പെടുമ്പോഴെല്ലാം അധിക കുട്ടികളും പൊട്ടിക്കരഞ്ഞാണ് പ്രസവിക്കപ്പെടുന്നത്. ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ് മാതാവിന് ഒരു സമാധാനം വരുന്നത്. കുട്ടിക്ക് ജീവനുണ്ട്, കുട്ടിക്ക് ശബ്ദമൊക്കെ ഉണ്ട് എന്നുള്ളൊരു സമാധാനം ഉമ്മക്ക് ഉണ്ടാവുന്നത് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോഴാണ്. പ്രസവിക്കപ്പെട്ട ഉടൻ ഉമ്മക്ക് ഒരിക്കലും കുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയൂല. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട സമയത്ത് അങ്ങനെ ഒന്ന് കരയേണ്ട ആവശ്യമില്ല. കാരണം ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത്, ആമിന ബീവിന്റെ പേര് പോലെ തന്നെയാണ് സംഗതികളൊക്കെ. ആമിന എന്ന് പറഞ്ഞാൽ നിർഭയ എന്നർത്ഥം. പ്രസവിക്കപ്പെടുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കാനുണ്ടായതുകൊണ്ട് അന്ന് ആമിന ബീവിന്റെ കൂടെ ആരും ആ റൂമിലുണ്ടായിരുന്നില്ല. പ്രസവത്തിനടുത്തായിട്ടുണ്ട് എന്നുള്ള ധാരണ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്കും മറ്റുള്ള വീട്ടുകാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിന് ആളെ വെച്ചിട്ടുമുണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ യാദൃച്ഛികമായി ആ സമയത്ത് ആ രാത്രി ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കാം, ആ റൂമിലുണ്ടായിരുന്നില്ല. എന്താ കാരണം? ആ റൂമിൽ വലിയത്തായ ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് മാത്രം അനുഭവിക്കേണ്ട, അവിടുന്ന് മാത്രം അറിയേണ്ട ചില രംഗങ്ങൾ നടക്കുന്ന രാത്രിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന രാത്രി. മലക്കുകൾ ആകാശം മുതൽക്ക് റൂം വരെ മലക്കുകൾ ആകാശത്ത് പൊതിഞ്ഞിരിക്കുകയാണ്. ഹൂറുൽ ഹിസാൻ ആ റൂമിൽ വന്നിരിക്കുകയാണ്. ആമിന ബീവിയുടെ 2 ഭാഗത്തായി മറിയം ബീവിയും ആസിയ ബീവിയും സ്വർഗത്തിൽ നിന്ന് നല്ല ഭംഗിയുള്ള പുതുനാരികളായി വന്നിരിക്കുകയാണ് മറിയം ബീവിൻ്റെ അടുത്ത്. കാരണം പുതുമാരനാണ് പ്രസവിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല അത്ഭുതങ്ങളും നടക്കുന്ന സന്ദർഭമായതുകൊണ്ട് ആമിന ബീവി സംസാരിക്കുന്നുണ്ട്. കൂടെയുള്ള മലക്കുകളോടും ഹൂറുൽ ഹിസാനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ മറുപടി പറയുന്നുണ്ട്. ആമിന ബീവി പ്രത്യേക ചില പാനീയങ്ങൾ കുടിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന സന്ദർഭം. അതുകൊണ്ട് മുത്തനബിയുടെ ഉമ്മ തികച്ചും ആമിനയാ, നിർഭയാണ്, പേടിക്കേണ്ടതില്ല, ഒരു പേടിയില്ല. അങ്ങനെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അട്ടഹസിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും കരയേണ്ട കുട്ടികൾ കരയുന്നത് പിശാച്ച് വേദനിപ്പിക്കുമ്പോഴാണ്. പ്രസവിക്കപ്പെട്ട ഉടൻ പിശാച്ച് കൈവെക്കും, ശൈത്വാന് കൈവെക്കും. സാധാരണ കുട്ടികൾ പ്രസവിക്കപ്പെടുമ്പോൾ ആ ശൈത്വാന് കൈവച്ച്, ശൈത്വാനാണ് ഉമ്മക്ക് അറിയിച്ചു കൊടുക്കുന്നത് കുട്ടിക്ക് ജീവനൊക്കെ ഉണ്ട് കേട്ടോ, കരയാനൊക്കെ ശബ്ദമൊക്കെ ഉണ്ട് എന്നുള്ള വിവരം കൊടുക്കുന്നത്. ആദ്യം പണിയെടുക്കുന്നത് ശൈത്വാനാണ്. നുള്ളു കൊടുക്കും ശൈത്വാൻ. അപ്പോൾ കുട്ടി കരയും, അപ്പോൾ ഉമ്മക്ക് സമാധാനമായി. അപ്പോൾ ആ പണിയെടുക്കുന്നത് ശൈത്വാനാണ്. ശൈത്വാൻ അവിടുന്ന് മുതൽക്ക് പ്രസവിക്കപ്പെടുന്ന സമയം മുതൽക്ക് ഓനെ പണി തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്ന സമയത്ത് അങ്ങനെ പിശാച്ച് തൊട്ടിട്ടില്ല, ശൈത്വാന് സ്പർശിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ് പ്രസവിക്കപ്പെടുന്നത്.
സുബ്ഹാന റബ്ബിയർ റഫീഅ്, ജലാലു റബ്ബിയർ റഫീഅ്, ഇങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലിയിട്ടാണ് റസൂൽ പ്രസവിക്കപ്പെടുന്നത്. അത് സൂചിപ്പിക്കുകയാണ് ഈ കവിതയിൽ. വൈദ് വുളിഅ, അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിക്കപ്പെടുന്ന സമയത്ത് അൽ മലായികു ഷമ്മതതുഹു, മലക്കുകൾ റസൂലുള്ളാഹിക്ക് തശ്മീത്ത് ചെയ്തു. തശ്മീത്ത് എന്ന് പറഞ്ഞാൽ റഹിമക്കല്ലാ എന്ന് പറയുന്നതിനാ. തുമ്മുന്ന സമയത്ത് റഹിമക്കല്ലാ എന്ന് പറയുന്നതിനാണ് തശ്മീത്ത് എന്ന് പറയാം. മലക്കുകൾ അവിടെ ഉള്ളവരൊക്കെ റഹിമക്കല്ലാ എന്ന് മുത്തുനബിയോട് പറഞ്ഞു എന്നാ. മുത്തുനബി തുമ്മിയോ തുമ്മിയില്ലേ? അത് തുമ്മി എന്ന് തുമ്മാൻ സാധ്യത പറയുന്നുണ്ട്, പക്ഷെ തുമ്മിന്ന് വ്യക്തമായി തുമ്മിയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയം ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഹംസിയയിൽ പറഞ്ഞിട്ടുണ്ട്. വഇൻദ ശിഫാഅ ഫീ ദാക ശിഫാഉ, മഹദിയായ ശിഫാഉ ബിൻത് ഔഫ് റളിയല്ലാഹു അൻഹ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ് ശിഫാഉ ബിൻത് ഔഫ്. ഷിഫായിൻ്റെ ഉപ്പയുടെ പേരും ഔഫ് തന്നെയാണ്, ഭർത്താവിൻ്റെ പേരും ഔഫാണ്. അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഷിഫാവിൻ്റെ മോൻ്റെ പേരാണ് അബ്ദുറഹ്മാൻ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആൾ. ഇനി ഷിഫാ ബീവിൻ്റെ ഉപ്പയുടെ പേരും ഔഫാണ്. അപ്പോൾ ഷിഫാ റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ട ശേഷം സുബ്ഹിയുടെ ശേഷമാണ് ആ റൂമിലെത്തുന്നത്. അപ്പോൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. എത്തിയതിന് ശേഷം ഷിഫായ് കുട്ടിയെ വാരിയെടുത്ത് ഉമ്മയുടെ സ്ഥാനഭാഗത്തേക്ക് മുല കുടിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തു. റസൂല പ്രസവിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹിനെ ഒരാൾക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. സാധാരണ പേറ്റച്ചി കുട്ടികൾ എടുക്കും, ഇവിടെ അതിന് പേറ്റച്ചൊന്നുമില്ല. അതിന് ഷറഫുലന മൗലിദിൽ പറഞ്ഞത് അവിടെ ഒരു പേറ്റച്ചിയില്ല, വഹിയ വഹീദ എന്നാ പറഞ്ഞത്. ആമിന ബീവി ഒറ്റ സമയത്താണ് റൂമിൽ പ്രസവിക്കപ്പെടുന്നത്, സുബൈയുടെ അല്പം മുമ്പ്. പിന്നെ അവിടെ തനൂബു അനിൽ ഖവാബിലിൽ ബഷരിയ എന്ന് കാണാം ഷറഫുലന മൗലിദിൽ. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പേറ്റച്ചിയും അവിടെ ഇല്ല. മനുഷ്യരിൽപ്പെട്ട പേറ്റച്ചിമാരിൽ നിന്ന് പേറ്റച്ചിമാർക്ക് പകരമായി അവിടെ ഹൂറുൽ ഹിസാന്, മറിയം ബീവി, ഇവരൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവർക്കും റസൂലുള്ളാഹിനെ എടുക്കേണ്ടത് ആവശ്യം വന്നിട്ടില്ല. റസൂലുള്ളാഹി പ്രസവിക്കപ്പെടുന്നത് തന്നെ രണ്ട് കൈകൾ കുത്തി, മുട്ടും കൈയും കുത്തി നല്ല ശക്തവാനായി കയ്യും മുട്ടും കുത്തി ഇരുന്നിട്ടാണ് പ്രസവിക്കുന്നത്. പ്രസവിക്ക് വരുമ്പോൾ തന്നെ കൈ കുത്തി മുട്ടും കുത്തി ഇരുന്ന്. എന്നിട്ടോ അപ്പം ആ ഒരു രംഗം ഒന്നും അന്ന് ഷിഫാ അത് കണ്ടിട്ടില്ല. ഷിഫാ ആദ്യം വന്ന് കണ്ട ആൾ ഷിഫാ ആണ്. പ്രസവിക്കപ്പെട്ട രംഗം ആദ്യം കണ്ട ആൾ ഷിഫാ ആണ്. അതുകൊണ്ട് പറയാം, പക്ഷെ ഇന്ത ഷിഫാ ഫീദാക ഷിഫാവു, ഷിഫാ ബീവിൻ്റെ അടുത്ത് ഇത് സംബന്ധമായി പ്രസവിക്കപ്പെട്ട സമയത്ത് ഉടനുണ്ടായ സന്ദർഭങ്ങളെ സംബന്ധിച്ചുള്ള വിവരം ഷിഫാവിൻ്റെ അടുത്തുണ്ട്. കാരണം ഷിഫാ ആദ്യം വരുമ്പോൾ ഷിഫാ അന്വേഷിക്കും, അറിയും ആമിന ബീവിയോട് എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ആമിന ബീവി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ലിറഇസിൻ റാഫിഅൻ ഫീ ദാക റംസു ഇലാ ഹൗസിൽ മഅലി വസ്തിമാഉ. അള്ളാഹിൻ്റെ ഹബീബ് പ്രസവിച്ചത് തല ഉയർത്തിക്കൊണ്ടാണ്. തല ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് പ്രസവിക്കുന്നത്. കുട്ടികൾ അങ്ങനെയല്ല പ്രസവിക്കപ്പെടുക. പ്രസവിക്കപ്പെട്ട ഉടൻ കുട്ടി ആകാശത്തേക്ക് നോക്കൂല, ഇത് തല ഉയർത്തിയിട്ടാണ്. ഫീ ദാക റംസു, ആ തല പൊക്കിപ്പിടിച്ചതിൽ ഒരു സൂചനയുണ്ട്. ഇലാ ഹൗസിൽ മഅലി വസ്തിമാഉ, സ്ഥാനമാനങ്ങൾ കീഴടക്കണമെന്ന സൂചന ഉണ്ട്.
വസ്തിമാവു, ഉയരണം, ഉന്നതികളിലേക്ക് ഉയർന്നു പോവണമെന്നുള്ള സൂചനയും ആ തല പൊക്കിപ്പിടിച്ച് പ്രസവിക്കപ്പെട്ടതിലുണ്ട്. ബിതുർഫിൻ റാമിഖിൻ നഹവ സമാഇ വമൻളറു കുല്ലി സാബിൻ ഫൽഉലാഉ. മാത്രമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് പ്രസവിക്കപ്പെട്ട സമയത്ത് കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു, കണ്ണ് ആകാശത്തേക്ക് പൊക്കിപ്പിടിക്കുന്നു, ആകാശത്തേക്ക് നോക്കുന്നു. എങ്ങനെ? മുട്ടുകുത്തി കൈകൾ നിലത്ത് വെച്ച് പിന്നീട് ആകാശത്തേക്ക് നോക്കുന്നു. വമൻളറു കുല്ലി സാമിൻ ഫൽഉല. ഇങ്ങനെ ഒറ്റ കുട്ടിൻ ലോകത്ത് ചെയ്തിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം സാധാരണ കുട്ടികളെ പോലെ പ്രസവിക്കപ്പെട്ടു, തൊട്ടിയിൽ കിടത്തിയതിന് ശേഷം അതുവരെ ഈ കുട്ടിക്കുള്ള പ്രത്യേകത ആരും അറിഞ്ഞിട്ടില്ല. തൊട്ടിയിൽ കിടത്തി ജനങ്ങളെല്ലാം പ്രശ്നമാക്കിയ സമയത്ത് ജനങ്ങൾ വന്നപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിയിൽ വെച്ച് സംസാരിച്ചു. ഇന്നി അബ്ദുല്ലാഹി. അല്ലാഹു റസൂൽ അങ്ങനെ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അത്ഭുത ശിശുവായിട്ടാണ് കാണപ്പെടുന്നത്. അവൻ ആകാശത്തേക്ക് നോക്കി. എന്താ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നത് കുറച്ചു നേരം? വമൻളറു കുല്ലി സാമിൻ, എല്ലാ സാമിയുടെയും നോട്ടം, ശ്രദ്ധ, ഫൽഉലാഉ, അത് ഉന്നതിയായിരിക്കും. സാമി എന്ന് പറഞ്ഞാൽ ഉയർന്ന ആളുകൾ, മഹാന്മാർ. എല്ലാ മഹാന്മാരുടെയും ഔന്നിത്യമുള്ളവരുടെയും ശ്രദ്ധ അത് ഉന്നതിയായിരിക്കും, ഉയർച്ചയായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഹബീബ് ആകാശത്തേക്ക് കുറച്ച് നോക്കി നിന്നത്. എന്നിട്ട് സുജൂദ് ചെയ്തു എന്നാ. അത് വിശദമായിട്ട് നമ്മൾ 7-ാമത്തെ ഹിസ്ബിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ഇലൈഹി ദനത് നുജൂമുൻ സാഹിറതു അളഅ ബിഹൻ നവാഹി വൽ ഖിബാഉ. അന്നത്തെ രാത്രി ഭൂമിയിലാകെ പ്രകാശം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മക്കത്ത് മാത്രമല്ല, ഭൂമിയിലാകെ പ്രകാശം. ഏഷ്യയിൽ മാത്രമല്ല, ഭൂമിയിലാകെ പ്രകാശം കണ്ടിട്ടുണ്ട്. എന്താ കാരണം? അന്ന് ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ കാണപ്പെട്ട രാത്രിയാണ്. ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൂര്യന് ചുറ്റും, അല്ലെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഭൂമിയുടെ കറക്കത്തിന് കുറവ് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭൂമി പടക്കപ്പെട്ട ആദ്യകാലത്ത് കറങ്ങാത്തൊരു സമയമുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സൂര്യന് പ്രകാശമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. സൂര്യൻ പടക്കപ്പെട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൽ പ്രകാശമുണ്ടായത്. ആദം നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിൻ്റെ അല്പം മുമ്പാണ് സൂര്യനിൽ പ്രകാശം നൽകിയത്. അതിന് മുമ്പ് മലക്കുകൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. മലക്കുകൾക്ക് പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ഒരു പ്രകാശത്താൽ പടക്കപ്പെട്ടവരും ഇരുട്ടത്തും കണ്ണു കാണുന്നല്ലോ. പൂച്ചക്കൊക്കെ ഇരുട്ടത്ത് കണ്ണു കാണുമല്ലോ. എല്ലാ സൃഷ്ടികൾക്കും ഇരുട്ടായ കണ്ണു കാണില്ല എന്ന് വിചാരിക്കണ്ട. പൂച്ചക്ക് ഇരുട്ടും വെളിച്ചൊക്കെ ഒരുപോലെയാണ്. മലക്കുകൾക്ക് കണ്ണ് കാണും, ഇരുട്ടത്തും കണ്ണ് കാണും. പക്ഷെ മലക്കുകൾക്ക് പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിൽ പടക്കപ്പെടാൻ അടുത്തായപ്പോൾ ഈ ഭൂമിയിൽ സൂര്യന് പ്രകാശം നൽകി എന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സൂര്യനും ഭൂമിക്കുമൊക്കെ പല വ്യത്യാസങ്ങളും സംഭവിക്കുന്നത് ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിലെല്ലാം പെട്ടോളണമെന്നില്ല, പെടൂല, പലപ്പോഴും പെടില്ല. അതൊക്കെ ദൈവം തമ്പുരാൻ്റെ പ്രവർത്തനങ്ങളാണ്. ചിലത് പെടുന്നത് നമ്മൾ ആണ് പറയും, പലതും ശ്രദ്ധയിൽപ്പെടാത്തതും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട രാത്രി ഭൂമിയിലാകെ വലിയ പ്രകാശം വന്നിട്ടുണ്ട്. എന്താ അതിന് കാരണം? അതിന് കാരണം തീരെ ഭൂമിയോട് അടുത്തു വരാത്ത പല നക്ഷത്രങ്ങളും
അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിക്കപ്പെട്ട സന്തോഷത്താൽ ഭൂമിയോട് അടുത്ത് വന്നു ചില നക്ഷത്രങ്ങൾ. അത് ചില ആ രംഗം അന്നത്തെ രാത്രി ചില സ്വഹാബി ആ രംഗം കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രം എൻ്റെ ശരീരത്തിലേക്ക് വീഴുമോയെന്ന് ഞാൻ പേടിച്ചുപോയി. അങ്ങനെ ചില നക്ഷത്രങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയോട് അടുത്ത് വന്നതുകൊണ്ട് ഭൂമിയിലെല്ലായിടത്തും പ്രകാശം. അപ്പം പകലിൽ ചിലപ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രകാശം കണ്ടോളുന്നില്ല. പകല് സൂര്യൻ്റെ പ്രകാശം നല്ലോണം ഉണ്ടായതുകൊണ്ട് അത് അനുഭവപ്പെട്ടോളുന്നില്ല. രാത്രിയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഭൂമിയിലപ്പോൾ എവിടെയൊക്കെയാണ് ഇരുട്ടുള്ളത് അവിടെയൊക്കെ നല്ല പ്രകാശം ഉണ്ടായിട്ടുണ്ട്. അതാ പറയുന്നത് ഇലൈഹി ദനത് നുജൂമുൻ സാഹിറാത്തു, പ്രശോഭിക്കുന്ന നക്ഷത്രങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുത്തു വന്നു. അല്ലാഹ ബിഹൻ നവാഹി, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും അത് കാരണമായി പ്രകാശിച്ചു. മാത്രമല്ല മുത്തുനബിയുടെ പ്രകാശവും വന്നിട്ടുണ്ട്. മുത്തുനബിയുടെ പ്രസവിക്കപ്പെട്ടപ്പോൾ ആ മുഖത്തുനിന്നുള്ള പ്രകാശം കൊണ്ടും മക്ക ഫുൾ പ്രകാശിച്ചിട്ടുണ്ട്, ചുറ്റുഭാഗങ്ങളൊക്കെ പ്രകാശിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസിൽ വന്നത്. വൽ ഖിബാഉ, ഖിബാ എന്ന് പറഞ്ഞാൽ രോമം കൊണ്ടുണ്ടാക്കുന്ന ഷെഡിനാണ് പറയുക. ഇവിടെ വീടുകൾ എന്നേ അർത്ഥമുള്ളൂ. വീടുകളൊക്കെ പ്രകാശിച്ചു, അതൊക്കെ ഹദീസിൽ വന്നതാ. വആയാതുൻ ബദത ഇൻദർ റളായി വമാ ഫീഹാ ലിനാദിരിഹാ ഖഫാഉ, എത്ര അത്ഭുതങ്ങളാണ്, പ്രതിഭാസങ്ങളാണ്. ബദത ഇൻദർ റളായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് മുല കുടിച്ച് വളരുന്ന സന്ദർഭങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മുല കൊടുക്കുന്ന കാലത്ത് അവർ വലിയ ക്ഷാമത്തിലായിരുന്നു, ഭക്ഷണമില്ലാത്ത കാലഘട്ടം. ദിവസങ്ങളായി ഹലീമ ബീവിയും ഭർത്താവും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഒട്ടകമുണ്ട്, ആട് ഉണ്ട്, പക്ഷേ ആകെ വരൾച്ചയായതുകൊണ്ട് അവക്കൊന്നും കടിക്കാനും കഴിക്കാനും ഒന്നുമില്ല. ചെടികളൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഒട്ടകങ്ങൾക്ക് പാലില്ല, ആടുകൾക്കും പാലില്ല, ഹലീമ ബീവിക്കും പാല് കുറവാണ്. പക്ഷേ അള്ളാഹിന്റെ ഹബീബിനെ സ്വീകരിക്കലോടുകൂടെ ഹലീമ ബീവിയുടെ 2 മുലയിലും പാല് നിറയുന്നു. റസൂലുള്ളാഹിക്ക് മുല കൊടുത്തു. ഹലീമ ബീവിക്ക് ആ സന്ദർഭത്തിലുണ്ടായിരുന്ന മറ്റൊരു കുഞ്ഞ്, ആ കുഞ്ഞിനും മുല കൊടുത്തു. അങ്ങനെ കുട്ടികൾക്ക് വിശപ്പൊക്കെ മാറി. പക്ഷേ ഹലീമ ബീവി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല, ഭർത്താവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിന് വെറുതെ ഒരു ഇൽഹാം, വെറുതെ ഒരു തോന്നല്, ആ ഒട്ടകത്ത് ഒന്ന് കറന്നു നോക്കിയാലോ. അങ്ങനെ ഒട്ടകത്ത് കറന്നു നോക്കി. അപ്പം നിറയെ പാല്, ഒട്ടകത്തിന് നിറയെ പാല്. അങ്ങനെ ആ പാല് ഹലീമ ബീവിയും ഭർത്താവും എല്ലാവരും കുടിച്ച് സുഖമായി ഉറങ്ങി. ഇതൊക്കെ അത്ഭുതമാണ്. പിന്നെ വിശന്ന് ഒട്ടിയ ആടുകളൊക്കെ നല്ല മാംസമുള്ള ആരോഗ്യമുള്ള ആടുകളായി. ഹലീമ ബീവിക്ക് 100 കണക്കിന് മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങൾ ബർക്കത്ത് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഉണ്ടായി. അങ്ങനെ പല അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ട്. അതിനി മൗലൂദുൽ ഹുസ്നീൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. വായാത്തുൻ ബദത ഇൻദർ റളായി, മുല കുടിക്കുന്ന സമയത്ത് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വമാ ഫീഹാ ലിനാദിരിഹാ ഖഫാഉ, ആ അത്ഭുതങ്ങൾ കണ്ടവർക്ക് യാതൊരു അവ്യക്തതയും മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. മുത്തുനബി ഒരു അത്ഭുത ശിശുവാണെന്ന കാര്യത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വലിയ ഭാവിയുള്ള
കുട്ടിയാണെന്ന വിഷയത്തിൽ അവർക്കാർക്കും തർക്കമുണ്ടായിട്ടില്ല. ചുറ്റുഭാഗത്ത് ഹലീമ ബീവിൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് അസുഖം, മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ അസുഖം ഉണ്ടായാൽ ആ അസുഖമുള്ളവരെ കൊണ്ടുവന്നിട്ട് ഈ മുല കുടിക്കുന്ന കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ആ അസുഖമുള്ള ഭാഗത്ത് ഇങ്ങനെ തടവിയാൽ ആ അസുഖം സുഖമായിപ്പോയി. ഇങ്ങനെ വലിയ അത്ഭുതം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അബതുഹുൽ മുർളിഅതു വഖുൽന മാ ഫീ യതീമിൻ മുഅദിമിൻ അന്നാ ഗനാഉ. അബതുഹുൽ മുർളിഅതു, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട ശേഷം ഒരു 6-7 ദിവസം ആമിന ബീവി റളിയല്ലാഹു അൻഹ തന്നെ ഉമ്മത്തന്നെ മുല കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവരുടെ പതിവ് മറ്റൊരു സ്ത്രീയെ മുല കൊടുക്കാൻ ഏൽപ്പിക്കലാണ്. അങ്ങനെ ഉപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട്, അബ്ദുള്ള തങ്ങൾ നേരത്തെ വഫാത്തായിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് തങ്ങളാണ് അന്വേഷിച്ചത്. അങ്ങനെ ഹലീമ ബീവിയും മുല കൊടുക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നു. മുല കൊടുക്കാൻ പറ്റുന്ന ആവശ്യമുള്ള കുട്ടികളുണ്ടോ? അപ്പോൾ ഓരോ കൂടെയുള്ള ഹലീമ ബീവിയും കൂടെയുള്ള സഹോദരിമാരും അവർക്കൊക്കെ ഹലീമ ബീവി അല്ലാത്തവർക്കൊക്കെ ഓരോ കുട്ടികളെ കിട്ടി. ഹലീമ ബീവിക്ക് ആരും കിട്ടിയില്ല. കിട്ടിയത് മുത്തനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഇബ്നു അബ്ദില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഉപ്പ ആരാന്ന് ചോദിച്ചപ്പോൾ അബ്ദുള്ള എന്നാണ് ഉപ്പാൻ്റെ പേര്. പക്ഷെ ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഉപ്പ വഫാത്തായി പോയിട്ടുണ്ട് എന്നാണ് വിവരം കിട്ടിയത്. എല്ലാവരും ചോദിക്കുന്നു കുട്ടിയുടെ ഉപ്പ ആരാന്ന്. കാരണം ഈ കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ അത് കിട്ടുമെന്നാണ് നോക്കുന്നത്. യതീം കുട്ടിയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ കുട്ടിക്ക് മുലയൂട്ടിയിട്ട് വലിയ പ്രതിഫലം കിട്ടൂല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് വന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി എല്ലാവരും ഒഴിവാക്കിപ്പോയി. ഹലീമ ബിയും ആദ്യഘട്ടത്തിൽ ഒഴിവാക്കിപ്പോയി, എനിക്ക് വേണ്ട. മടങ്ങി വന്നപ്പോൾ എവിടുന്നും കിട്ടാത്തത് കൊണ്ട് ഹലീമ ബീവി അവസാനം എല്ലാവരും കുട്ടിനെ അന്വേഷിച്ച് വന്നവർക്കൊക്കെ കുട്ടിനെ കിട്ടി, എനിക്ക് മാത്രം കുട്ടിനെ കിട്ടാതെ പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഹലീമ ബീവി റസൂലുള്ളാഹിനെ സ്വീകരിച്ചതാ. അങ്ങനെ കൊണ്ടുപോയി. അതാ പറയുന്നത് അബതുഹുൽ മുർളിഅതു, മുല കൊടുക്കുന്ന സ്ത്രീകളൊക്കെ ഞങ്ങൾക്ക് വേണ്ട, മുഹമ്മദ് ഇബ്നു അബ്ദില്ലയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. വഖുൽന, അവർ പറയാൻ കാരണം പറഞ്ഞത് മാഫി യതീമിൻ മുഅദിമിൻ അന്നാ ഗനാഉ, ഒന്നുമില്ലാത്ത സമ്പത്തില്ലാത്ത യതീം കുട്ടി, ആ യതീം കുട്ടിയുടെ കാര്യത്തിൽ യതീം കുട്ടിക്ക് മുല കൊടുത്താൽ ഞങ്ങൾക്കതുകൊണ്ട് ഒരു ഐശ്വര്യം ഉണ്ടാകൂല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും കിട്ടൂല, പ്രതിഫലം കിട്ടൂല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അവർ. പക്ഷേ ഫറല്ലാഹു ഹലീമതു ദാതു ഹിൽമി വയദാമിൻ ഫറഫഖഹ സറാഉ. ഹലീമത്ത് അസ്സഅദിയ റളിയല്ലാഹു അൻഹ, ഹലീമ എന്ന് അവരുടെ പേര്. ഹലീമ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഹലീമത്ത് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുള്ളവൾ, ക്ഷമയുള്ളവൾ. അപ്പം ഹലീമ ബീവി ക്ഷമിച്ചു. ഹലീമ ബീവിയുടെ അങ്ങേയറ്റത്തെ ക്ഷമ കൊണ്ടാണ് ഈ യതീമായ കുട്ടിനെ സ്വീകരിച്ചത്. ഫറല്ലാഹു ഹലീമത്തു, ഹലീമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തു. ദാതു ഹിൽമി, ക്ഷമയുള്ള സഹനമുള്ള ഹലീമ ബീവി, യദാമിൻ, ദാരിദ്ര്യവുമുണ്ടായിരുന്നു ഹലീമ ബീവിക്ക്. ഫറാഫഖഹ സറാഉ, അങ്ങനെ ഹലീമ ബീവി ക്ഷമിച്ചപ്പോൾ ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്നല്ലേ, ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാ, അങ്ങനല്ലേ അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ ഹലീമ ബീവി ക്ഷമിച്ചപ്പോൾ ഏറ്റവും വലിയ ധന്യത ഉണ്ടായത് ഹലീമ ബീവിക്ക്. ഹലീമ ബീവിൻ്റെ അത്ര ഐശ്വര്യവും ധന്യതയും വേറെ ആർക്കും ഉണ്ടായില്ല. ഫറാഫഖഹ സറാഉ,
ഹലീമ ബീവിയുടെ കൂടെ ഐശ്വര്യം നിലനിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയ കാരണത്താൽ. ആ കവിത അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയല്ല, റമദാനിലുമല്ല, തിങ്കളാഴ്ചയാണ്, റബീഉൽ അവ്വലിലുമാണ്. കാരണം മുത്തുനബിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കാണ് കൂടുതൽ സ്ഥാനമഹിമകൾ. നേരത്തെ സ്ഥാനമുള്ള ഒരു സമയത്തോ ഒരു സ്ഥലത്തോ പ്രസവിക്കപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം അതില്ലാത്ത സ്ഥലത്ത് അതില്ലാത്ത സമയത്ത് പ്രസവിക്കപ്പെടുന്നതിനാണ്. അപ്പം അതുകൊണ്ട് വഖദാ കാന ലൈലു അഫ്ളലിൽ ഖൽഖി വയൗമുഹു വശഹ്റുഹു അഫ്ളല സമാൻ. മക്കയിലെ പ്രസവിക്കപ്പെട്ടത്, മക്കയ്ക്ക് ഈ പ്രസവിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് സ്ഥാനം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ആ സ്ഥാനം മുത്തുനബിയുടെ മണ്ണവിടെ ഉണ്ടായ സ്ഥാനമാണല്ലോ. പക്ഷെ ആ മണ്ണവിടുന്ന് പോലോടുകൂടി ആ സ്ഥാനം കഴിഞ്ഞില്ലേ? പറ്റ കഴിഞ്ഞില്ലെങ്കിലും ആ മണ്ണവിടുന്ന് മദീനയിലേക്ക് പോയില്ലേ? അപ്പോൾ പിന്നെ ഈ സ്ഥാനം മക്കൾക്ക് ആ സ്ഥാനം കുറഞ്ഞുപോയി. പിന്നെ മുത്തുനബിയോടെ പ്രസവിക്കപ്പെട്ടു, രണ്ടാമത് മക്കൾക്ക് സ്ഥാനം കിട്ടി. പിന്നെ മുത്തുനബി അവിടുന്ന് പോയില്ലേ, മദീനയിലേക്ക് ഹിജറ പോയി, വീണ്ടും സ്ഥാനം മദീനക്ക് തന്നെ ആയി. അതുകൊണ്ട് മുത്തുനബിയുടെ മണ്ണ് ആദ്യം മക്കയിൽ വന്നു, പിന്നെ മക്കയിൽ പ്രസവിക്കപ്പെട്ടു എന്നുള്ള മഹിമകളൊക്കെ മക്കൾക്ക് ഉണ്ടെങ്കിലും മദീനയിലുള്ള ആ സ്ഥാനത്തെ കീപ്പ് ചെയ്യാൻ മക്കൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. മൗലിദുൽ ഹുസ്നൈനിൽ പറയുന്ന വിഷയങ്ങൾ പലയിടത്തും വരുന്നുണ്ടാവും. ഇതിലുള്ള പല സലാം ബൈത്തിൽ തന്നെ ഇതിൽ പലതും വരുന്നുണ്ട്. കാരണം അർളുക്കൽ ഉൽമാന അം ഖൈറുൽ ഉറൂദി, നബി അങ്ങയുടെ ഭൂമിക മദീന, അതാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും പുണ്യമേറിയ ഭൂമി എന്ന് പറഞ്ഞിടത്ത് നമുക്ക് മദീനക്ക് മക്കയിലൊക്കെ സ്ഥാനം ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുമോ? അത് പറയുമ്പോൾ അത് സാധാരണ മനസ്സിലാക്കാത്തൊരു വിഷയമാകുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ പറയാതിരിക്കാൻ കഴിയൂല. അപ്പോൾ ഇതിൻ്റെ പ്രമേയങ്ങൾ പലയിടത്തും വരുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ശ്രോതാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് കുറേ പുതുമകളുള്ള പുതിയ അറിവുകളാണ് മൗലിദുൽ ഹുസ്നൈനിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഒരൊട്ടൊന്നും കേട്ടാൽ പോരാ, പല തവണ അങ്ങോട്ട് കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് മൗലിദുൽ ഹുസ്നൈനിയിൽ പരാമർശിക്കപ്പെട്ട നൂറുൽ മുഹമ്മദി, ഹഖീഖത്ത് മുഹമ്മദിയ്യത്ത്, അതിനെക്കുറിച്ചുള്ള പ്രതിപാദനം, അത് ചെറിയ വാക്കിലൊക്കെ പല മൗലിദുകളിലും ഉണ്ടെങ്കിലും ഇത്ര വിശദമായി ഒരു മൗലിദിലും ഇല്ല. അതുകൊണ്ട് ഈ വിശദീകരണം മൗലിദുൽ ഹുസ്നൈനിൽ പറയുമ്പോൾ അത് നന്നായി ആവർത്തിച്ച് കേൾക്കണം. കാരണം നൂറ് മുഹമ്മദീനെ കുറിച്ചുള്ള വിശദീകരണം പലർക്കും മനസ്സിലായിട്ടില്ല. ഔലിയായിൽപ്പെട്ട പലർക്ക് തന്നെ, ഔലിയാക്കന്മാർക്ക് തന്നെ അത് തിരിയാതെ മരിച്ചുപോയ ഔലിയാക്കന്മാരുണ്ട്. നൂറുൽ മുഹമ്മദീനെ കുറിച്ച്, ഹഖീഖത്ത് മുഹമ്മദീയത്തിനെ കുറിച്ച് ഒന്നും മനസ്സിലാവാതെ മരിച്ചുപോയ ഔലിയാക്കന്മാരുണ്ട്. അവർ വലിയ ഔലിയാക്കന്മാരൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നൂറുൽ മുഹമ്മദിയെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്തേക്ക് എത്തിയില്ല. അപ്പം അതുകൊണ്ട് അത്രയും അമൂല്യമായ അറിവാണ് ഹഖീഖത്ത് മുഹമ്മദിയത്തിനെ കുറിച്ചുള്ള അറിവ്. അത് ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടോ 2 പ്രാവശ്യം കേട്ടത് കൊണ്ടൊന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നീങ്ങിപ്പോകില്ല. എല്ലാം നീങ്ങിപ്പോകണേ ആവർത്തിച്ച് കേൾക്കുകയും, കേട്ടാൽ പോലെ ചിന്തിക്കുകയും വേണം. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ പുതിയ സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച്
പഠിക്കുകയും സംശയങ്ങൾ തീർക്കുകയും വേണം. എന്നാൽ നൂറ് മുഹമ്മദി മനസ്സിലാവും. അതുകൊണ്ട് മൗലിദുൽ ഹുസ്നൈനിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ തോന്നിപ്പോകും, നേരത്തെ പറഞ്ഞില്ലേനോ, അത് ചെറിയ സൂചനയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുക. ഔദ്യോഗികമായിട്ട് വരുന്നിടത്ത് കുറച്ച് കൂടുതൽ പറയും, അല്ലാത്ത സ്ഥലത്ത് അപ്പോൾ പലയിടത്തും കുറേ സൂചന അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേശ്ശെ പറയും. ഇന്നിപ്പോൾ പറയുന്നത് വഖദാ കാന ലൈലു അഫ്ളലിൽ ഖൽഖ്, മുത്തുനബിയുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രി, വയൗമുഹു വശഹറുഹു, ആ നബിയുടെ പകലും ആ നബിയുടെ മാസവും, അഫ്ളലു സമാൻ, ടൈമിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ടൈമാണ്. പകലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകല് മുത്തുനബിയുടെ പകല. മുത്തുനബിയുടെ പകല ഏതാ? തിങ്കളാഴ്ച. രാത്രിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി അത് മുത്തുനബിയുടെ രാത്രിയാണ്. മുത്തുനബി ജനിച്ച രാത്രി റബീഉൽ അവ്വലിലാണ് ജനിച്ചത്. ആ റബീഉൽ അവ്വലിൽ ജനിച്ച ആ രാത്രി, ആഴ്ച കൊണ്ട് പറയുമ്പോൾ തിങ്കളാഴ്ച രാത്രി, തിങ്കളാഴ്ച രാവിനാണ് ഏറ്റവും വലിയ സ്ഥാനം. അതാണ് ഇവിടുന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ചക്കല്ലേ, അതന്നെ ഞാൻ പറഞ്ഞു. ഒറ്റടിക്ക് പറയുമ്പോൾ ഒറ്റടിക്ക് പറഞ്ഞു പോയാൽ മനസ്സിലാകുന്ന വിഷയമല്ല മൗലിദുൽ ഹുസ്നൈനിൽ പറയുന്നത്. വെള്ളിയാഴ്ച അല്ലേ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച അല്ല തിങ്കളാഴ്ച എന്ന് പറയാൻ കുറച്ച് നേരം പിടിക്കും. മുത്തുനബിയുടെ മാസമാകുന്ന റബീഉൽ അവ്വലാണ് മറ്റു മാസങ്ങളെക്കാൾ സ്ഥാനമേറിയ മാസം. എല്ലാറ്റിലും തങ്ങന്മാരുണ്ട്. ദിവസത്തിലുള്ള തങ്ങള് തിങ്കളാഴ്ചന്, മാസത്തിലുള്ള തങ്ങള് സയ്യിദു ഷുഹൂർ, മാസങ്ങളിലെ തങ്ങളാരാ? സയ്യിദ് എന്ന തങ്ങളല്ലേ. മാസങ്ങളെ കൂട്ടത്തിലുള്ള തങ്ങളാരാ? അത് റബീഉൽ അവ്വല, സയ്യിദു ഷുഹൂർ. റമദാനും ചെറിയ തങ്ങൾ തന്നെയാണ്. റമദാനെ പറ്റിയും സയ്യിദ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ റബീഉൽ അവ്വൽ അസ്യദാവും, പെരുന്തങ്ങൾ. കാരണം റമദാനിൽ തങ്ങളാകാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകാൻ കരുതിയ വിശുദ്ധ ഖുർആന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് കൊണ്ടാണ് റമദാൻ തങ്ങളായത്. ആ വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വദുർ ഷരീഫിലേക്ക്, പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് അള്ളാഹു തആല ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തത് അത് റബീഉൽ അവ്വൽ. അപ്പോൾ റബീഉൽ അവ്വൽ അങ്ങനെ ആയിരിക്കണം, പെരുന്തങ്ങളാവണ്ടേ, അതല്ലേ? റബീഉൽ അവ്വൽ വലിയ മാസമാണ്. റബീഉൽ അവ്വലിന് 2 മാസം മുമ്പ് ഒരുങ്ങാൻ പഠിപ്പിച്ചു തന്നു അള്ളാഹിൻ്റെ ഹബീബ്. ഇത് മുഹറമാ, മുഹറം മാസത്തിൽ ഒരുങ്ങണം. റബീഉൽ അവ്വലിൽ അള്ളാഹിൻ്റെ ഹബീബ് നമ്മെ ശ്രദ്ധിക്കുന്ന വിധത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് നമ്മളെ പ്രത്യേകം നോട്ട് ചെയ്ത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അഹ്ബാബീങ്ങളിലും മുഹിബീങ്ങളിലും മഹബൂബീങ്ങളിലും പെടാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ആവണമെങ്കിൽ ഈ മുഹറമിൽ ഒരുങ്ങണം. മുഹറമത്തിൽ ദ്വാരുന്ന അല്ലാഹു ബാരിക് ലനാ ഫീ മുഹറമിൻ വ സഫറിൻ വബല്ലിഗ്നാ റമദാൻ. റബീഉൽ അവ്വൽ ഈ മുഹറമിൽ ഒരുങ്ങണം. സുന്നത്തൊക്കെ എടുക്കാൻ, തെറ്റുകളൊക്കെ ഒഴിവാക്കി അള്ളാഹിൻ്റെ ഹബീബ് നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി സുന്നത്തുകളൊക്കെ എടുക്കുക, തെറ്റുകളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ മുഹറം മാസം മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റമദാനിന് വേണ്ടി ഒരുങ്ങി. അതെങ്ങനെ? അല്ല, റബീഉൽ അവ്വലിന് ഒരുങ്ങി. റമദാനിന് അള്ളാഹിൻ്റെ ഹബീബ് റജബ് മാസം മുതൽക്ക് ഒരുങ്ങാറുണ്ടായിരുന്നു. വസമാനു ശഖ്സി അൽസമു ലഹു മിനൽ മകാൻ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സമയമാണ്, ഹബീബുമായി ബന്ധപ്പെട്ട സമയമാണ്. സമയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായ സമയം. എന്താ കാരണം?
ഏത് വസ്തുവിനും സ്ഥാനമഹിമകൾ ഉണ്ടാകുന്നത് അള്ളാഹിൻ്റെ ഹബീബുമായിട്ടുള്ള കണക്ഷനാണ്. അള്ളാഹിൻ്റെ ഹബീബുമായിട്ടുള്ള കണക്ഷനാണ് സ്ഥാനം കൂടാൻ കാരണം. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളെ ലീഡറാവാൻ എന്താ കാരണം? അള്ളാഹിൻ്റെ ഹബീബുമായിട്ടുള്ള കണക്ഷനാണ്. അള്ളാഹിൻ്റെ ഹബീബുമായിട്ടുള്ള കണക്ഷനാ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രഥമ ശിഷ്യനാണ് ആര്? സയ്യിദുന ആദം അലൈഹിസ്സലാം. ആ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഖാദിമായി ജിബ്രീൽ ഇസ്ലാം, റസൂലുള്ളാഹിൻ്റെ പ്രഥമ ശിഷ്യൻ്റെ ഖാദിമായി ജിബ്രീൽ. അങ്ങനെ സ്ഥാനം കിട്ടിയത് ജിബ്രീലിന്. അങ്ങനെ വന്ന് പിന്നെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ തന്നെ ഖാദിമാകാൻ ചാൻസ് കിട്ടി. അന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം എത്രയോ കാലായി, ജിബ്രീൽ അലൈഹി ഇസ്ലാം കോടിക്കണക്കിന് കാലം മുമ്പ് ആഗ്രഹിക്കുന്നതാണിത്, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഖാദിമാവാൻ, അല്ലേ? ജിബ്രീൽ ഇസ്ലാം ലൗഹുൽ മഹ്ഫൂദിൻ്റെ അടുത്ത് വരെ പോവാനേ ജിബ്രീൽ ഇസ്ലാമിന് പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അതിൻ്റെ ചോടുള്ള മലക്കുകളെ നേതാവാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ലൗഹിൻ്റെ അവിടെ ഇങ്ങനെ പോയിക്കുമ്പോൾ ജിബ്രീൽ ഇസ്ലാം ആകാശത്തിൻ്റെ അതിൻ്റെ മുകൾക്ക് അർശിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നക്ഷത്രം ഉദിച്ചിങ്ങനെ നിൽക്കുന്നത് 70,000 കൊല്ലം കഴിയുമ്പോൾ ഒരു നക്ഷത്രം അവിടെ അതിലങ്ങനെ കറങ്ങിയാണ് പോകുന്നത് കാണും അർശിൻ്റെ മുകളിൽ. ഒരട്ടം കണ്ടാൽ പിന്നെ 70,000 കൊല്ലം കഴിയണം ആ നക്ഷത്രം അവിടെ അതിൽ വരണമെങ്കിൽ. അത്രയും വൃത്തത്തിലാണ് കറങ്ങണത് എന്നർത്ഥം. അനൽ മലിക്കു വ അന്തൽ മലക്കു എന്ന് പറഞ്ഞില്ലേ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അന്ന് ആദ്യത്തെ മലക്കുകളാണ്. അള്ളാഹിൻ്റെ ഹബീബിനോട് അള്ളാഹിൻ്റെ ഹബീബിനെ പഠിച്ച ഉടനെ ഒരു മൗലിദ്, അന്ത ബദറുൻ അന്ത നൂറു എന്നൊക്കെ പറഞ്ഞില്ല, അന്ത ഷംസുൻ അന്ത ബദറു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ ഹബീബിനെ പഠിച്ച ഉടനെ അള്ളാഹ് മൗലൂദ് ഓതി. അള്ളാഹിൻ്റെ മൗലൂദ് ഉണ്ടായില്ല, എല്ലാ മൗലൂദിലും അള്ളാഹിൻ്റെ മൗലൂദ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹി പറഞ്ഞ് തുടങ്ങാത്ത, സുബ്ഹാനല്ലാഹ് പറഞ്ഞ് തുടങ്ങാത്ത മൗലൂദ് ഏതാ? അപ്പോൾ അനൽ മലിക്കു അന്തൽ മലക്കു, ഞാൻ രാജാവും നിങ്ങളാണ് ഔദ്യോഗിക മലക്ക്. സർവ്വ ലോകങ്ങളെയും നിയന്ത്രിക്കാനുള്ള, എല്ലാറ്റിനും നിയന്ത്രിക്കാനുള്ള സർവാധികാരം, ഒരിക്കലും ക്യാൻസൽ ചെയ്യപ്പെടാതെ സർവാധികാരം നൽകപ്പെട്ട സാക്ഷാൽ മലക്ക്, മലക്കുകളുടെയും മലക്ക് അങ്ങാണ്. അതല്ലേ അള്ളാഹിൻ്റെ ഹബീബിനോട് പറഞ്ഞ് വഅനൽ മുദബ്ബിറു വഅന്തൽ ഫലക്കു, നിങ്ങൾ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭ്രമണപഥം, ആ ഭ്രമണപഥം എത്ര വിശാലാണെന്ന് ആലോചിച്ച് നോക്കി. 70,000 വർഷം വേണം ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ പോയിന്റിൽ അങ്ങനെ കാണലുണ്ട്. ജിബ്രീൽ ഇസ്ലാം ഒരിക്കൽ റസൂൽ എത്ര വയസ്സായി നിങ്ങൾക്ക് ചോദിച്ചപ്പോൾ ജിബ്രീൽ ഇസ്ലാം പറഞ്ഞതാ, വയസ്സിൻ്റെ കണക്ക് കറക്റ്റായി എനിക്ക് അറിയില്ല, അതാണ് ഈ നക്ഷത്രത്തെ ഞാൻ 70,000 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് 504 കോടി വർഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായമുണ്ട് റസൂലുള്ളാഹി ചോദിച്ച സമയത്ത്. അതിൻ്റെ ശേഷം പിന്നെ കുറച്ചുകൂടെ കൂടിയില്ല, 1000 പിന്നെയും കൂടി. അപ്പം ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഖാദിമാവാൻ കോടിക്കണക്കിന് വർഷമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ അള്ളാഹ് അനുമതി കൊടുത്തു. അള്ളാഹിന് അനുമതി വേണമല്ലോ പോവാനോ എല്ലാറ്റിനും. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുത്ത് പോവാൻ അനുമതി കൊടുത്തു, ഔദ്യോഗികമായിട്ട് പോവാൻ അനുമതി കൊടുത്തു. അങ്ങനെ ഹിറയിൽ അള്ളാഹിൻ്റെ ഹബീബ് ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് ചെന്ന്, ഹബീബിനെ അറിയാം അങ്ങനെ വരും, റിസാലത്ത് നുബുവത്തൊക്കെ ഏൽപ്പിക്കാൻ പോവുകയാണ്, ഇതുവരെയുള്ള പരിപാടി നടക്കൂല, ഒറ്റയ്ക്കിരിക്കൽ നടക്കൂല, ഇനി പുറത്തിറങ്ങണം എന്നുള്ള, ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങണം,
ജനങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തത് പറയണം എന്നുള്ള ബേജാറൊക്കെ വന്ന് ഗുഹയിൽ വെച്ചിട്ട് ആ ബേജാറുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് പനിക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു ചുമതല ഏൽപ്പിക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് 360 വിഗ്രഹങ്ങൾ കഅബയുടെ ഉള്ളും പുറത്തും വെച്ച് ആരാധിക്കുന്ന ആളുകളോടാണ് ഇതിനൊക്കെ ഒഴിവാക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേജാറല്ലേ, പേരും ബേജാറല്ലേ, ഇത് പ്രഖ്യാപിക്കാൻ പോവല്ലേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പനിച്ചത് അതുകൊണ്ടാ, അല്ല ജിബ്രീലിനെ കണ്ട് പേടിച്ചിട്ടല്ല. വളർത്തുന്ന കോയിനെ കണ്ട് ആരും പേടിച്ചിട്ടുണ്ടോ? ജിബ്രീലിനെ കണ്ട് റസൂലുള്ളാഹി പേടിച്ചേ? ജിബ്രീലിനെ കണ്ട് പേടിച്ചതല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വന്ന സന്തോഷം കൊണ്ട് റസൂലുള്ളാഹിനെ ആലിംഗനം ചെയ്ത് പിടിച്ച്. കുറേ കാലമായി ആഗ്രഹിക്കുകയാണ് റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ. അപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് എന്ന് പിടിച്ചു. കുറെ ഓതി നബിയെ. അപ്പോൾ റസൂലുള്ളാഹി മാ നബി ഖാരി എന്നൊക്കെ പറഞ്ഞ് ആ സംഭവം വരുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഇതുവരെ ഓതാൻ സമ്മതം കിട്ടിയിട്ടില്ല, ഞാൻ ഓതൂലായിരുന്നു ജിബ്രീൽ ഇസ്ലാമിനോട്. എൻ്റെ അടുത്തുള്ള സംഗതി ഇതുവരെ ഓതാൻ പുറമക്കാർക്ക് ഓതി കൊടുക്കാനുള്ള ഇത് അനുമതി ഇല്ല. ഭാഷ ഇല്ലാത്തത് എൻ്റെ കയ്യിലുള്ളത്. ഭാഷാതീതമായ സംഭവമാണ് എൻ്റെയൊക്കെ ഉള്ള ഖുർആൻ. അതുകൊണ്ട് എങ്ങനെ ഓതല് മാ നബി ഖാരി. അപ്പോൾ ജിബ്രീൽ ഇസ്ലാം ഈ കൂട്ടിപ്പിടുത്തം കയ്യായിട്ട് എഴുതിയാണ്ട് കൂട്ടിപ്പിടിച്ചുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം, എന്തൊക്കെ വർത്താനം എന്നൊക്കെ പറഞ്ഞു. അങ്ങനല്ല കൂട്ടിപ്പിടിച്ചത് കൈഫല്ലാന്നൊക്കെ ചോദിച്ചാണ്ട് അല്ലേ. ഒരു പുതിയ ആൾ പിന്നെ യാത്രയിൽ വരുമ്പോൾ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ 2 വർത്താനമൊക്കെ പറയാം. പറയുന്ന ആളും കേൾക്കുന്ന ആളും അതിൻ്റെ മേനൊന്നും ശ്രദ്ധിക്കൂല. എന്തൊക്കെ കുറേ ആളെ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നതുപോലെ ഇക്ര 3 വട്ടം പറഞ്ഞിട്ട് എന്തായി, കൂട്ടിപ്പിടിച്ചു ജിബ്രീൽ അലൈഹി സ്വലാം. ആ 3 കൂട്ടിപ്പിടുത്തത്തിന് 3 ഫലമാണ്. ഒന്ന്, എന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുൽ ഇസ്ലാം, ഈ ഉമ്മത്ത് മുഹമ്മദിയ എന്ന് പറഞ്ഞ വലിയ സ്ഥാന അതിലിഞ്ഞ പൊടുത്തണേ എന്നാ ഒരു കൂട്ടിപ്പിടുത്തത്തിൻ്റെ വേന. എൻ്റെ ഈമാൻ ഒരിക്കലും തെറ്റിപ്പോവരുത്, എനിക്ക് സൂൽ ഖാത്തിമ ഉണ്ടാവരുത്. പണ്ട് ഇബ്ലീസിന് സൂൽ ഖാത്തിമ ഉണ്ടായി. ഇബ്ലീസ് വലിയ മൂല്യരാണ്. ഇബ്ലീസ് വലിയർക്ക് സൂൽ ഖാത്തിമ ഉണ്ടായി. ഇബലും കൂടെ ഉസ്താദേന്, ജിബ്രീൽ ഇസ്ലാമിൻ്റെയും കൂടെ ഉസ്താദേന്. എന്ത് കിതാബിയായിരുന്നു എന്നാ. ഇബ്ലീസ് ഭയങ്കര പ്രവർത്തകനേന്. ഭൂമിയിലും ആകാശത്തും സ്വർഗത്തുമൊക്കെ എല്ലായിടത്തും വയല്, എല്ലായിടത്തും ആരാധന. കണ്ടോലൊക്കെ പറയും ഇയാൾ ഭയങ്കരം തന്നെ കേട്ടോ, ഇയാളിഞ്ഞൊരിക്കലും മോശപ്പെട്ട ആളാവില്ല. പക്ഷേ ഇബ്ലീസിന് സൂൽ ഖാത്തിമ ഉണ്ടായി. അന്ന് പേടിച്ചു പോയി മലായിക്കത്ത്, എല്ലാവരും ഒറ്റടിക്ക് പേടിച്ചു പോയി. നമ്മളെ ഉസ്താദായ ഷെയ്ഖുന ഇബ്ലീസ് സൂൽ ഖാത്തിമ ഉണ്ടായല്ലോ, പുറത്താക്കപ്പെട്ടല്ലോ പഠിച്ചോനെ. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ആരും അങ്ങനെ ആയിക്കൂടെ എന്നുള്ള പേടിയായി. അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാമിന് എപ്പോഴാണ് ഹാഫിറായി പോകുക, അള്ളാഹു തആല ഇനി ഇബ്ലീസിനെ തള്ളിയ മാതിരി തള്ളുകയെന്ന്. ഇപ്പോൾ വലിയൊരു നേതാവായിക്കാണ് നിൽക്കുന്നത് ഇബ്ലീസ്. ആരാണ്? ജിബ്രീലാണ്. ജിബ്രീൽ നേതാവായ മൽക്കാളി അപ്പുറത്തൊക്കെ നേതാവ് തന്നെയാണ്. പക്ഷെ ആ കുറേ മൽക്കാളെ നേതാവായിക്കാണ്ട് നിൽക്കുന്നത് ജിബ്രീലാണ്. ജിബ്രീലിനുണ്ട് പേടി, ഇബ്ലീസിനെ തള്ളിയ മാതിരി ഇനിയും തള്ളുമോ. അത് പിന്നെ ആ വിഷയത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർഭയം ഉണ്ടായത് ഈ 2ാം പിടുത്തം കൊണ്ടാണ്. കൂട്ടിപ്പിടുത്തം അതിനെ പിടിച്ചു. അല്ലാതെ ചില സാധുക്കൾ മനസ്സിലാക്കി ഹിറാ ഗുഹയിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിച്ചത് അത് വേദനിപ്പിച്ചതാണ്. ഓതാൻ പറഞ്ഞിട്ട് ഓതേറ്റ് വേദനിപ്പിച്ചതാണ്. വിവരക്കേടാ, അതൊക്കെ വിവരക്കേടാണ്. ആദ്യം തന്നെ വേദനിപ്പിക്കല, ഓതി കൊടുക്കൊന്നും വേണ്ടേ. ഇതെന്ത് ടീച്ചറാണ്, ഓതി കൊടുത്തിട്ടൊന്നുമില്ല, ഓതി കൊടുക്കാത്തതിന് വേദനിപ്പിക്കുക. ആദ്യം തന്നെ അടിച്ചല്ലേ, ഓതിയിട്ടൊന്നുമില്ല. എന്ത് തലതിരിഞ്ഞ സൈക്കോളജിയാ. അപ്പോൾ അത് അധ്യാപന ശൈലി ഒന്നല്ല, അത് പഠിപ്പിച്ചതുമല്ല, പഠിപ്പിക്കേണ്ട ആവശ്യം അവിടെ അല്ല.
വസമാനു ശഖ്സി അൽസമു ലഹു മിനൽ മകാൻ. അപ്പോൾ ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വന്നിട്ട് ഖുർആൻ നേർക്കുനേര ഒന്നാനാകാശത്തുനിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ദിവസം തിങ്കളാഴ്ച, മാസം റബീഉൽ അവ്വല. അപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? റമദാനേക്കാൾ ഏറ്റവും വലിയ തങ്ങളാകേണ്ടിയതാണ് റബീഉൽ അവ്വലാണ്. കാരണം ഭൂമിക്ക് എത്തണതല്ലേ നമ്മൾ നോക്കുന്നത്. ആകാശത്ത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ലല്ലോ. ഭൂമിക്ക് എത്തിയത് അത് തിങ്കളാഴ്ചയാണ്, വെള്ളിയാഴ്ച അല്ല, ലൈലത്തുൽ ഖദ്റിലല്ല. അത് എന്നാണ്? അത് റബീഉൽ അവ്വൽ. വസമാനു ശഖ്സി, അള്ളാന്റെ ഹബീബിൻ്റെ ടൈമാണ്, ഹബീബുമായി ബന്ധപ്പെട്ട ടൈമാണ് ശ്രേഷ്ഠം. കാരണം സമാനു ശഖ്സ്, ഒരു വ്യക്തിയുടെ ടൈം അൽസമു ലഹു മിനൽ മക്കാൻ. സാധാരണഗതിയിൽ നമുക്കൊക്കെ ടൈമും ഉണ്ട്, സ്ഥലമുണ്ട്. നമ്മൾ അതിൽ പോയാലും നമ്മളൊരു സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ അതിൽ പോയാലും ഒരു സമയത്തെ തൊട്ട് ഒരു സമയത്തിൽ നമുക്ക് വിട്ടുപോകാൻ കഴിയൂല. ഇപ്പോൾ നമ്മൾ കൂടുതൽ സമയമുണ്ട്, നമ്മൾ കൂടുതൽ സ്ഥലമുണ്ട്. എന്നാലും സ്ഥലം, അപ്പോൾ ചുരുക്കത്തിൽ സ്ഥലവും സമയവും മനുഷ്യൻ്റെ കൂടെ പിറവിയാണ്. പിറവി എന്ന് പറഞ്ഞുകൂടാ, മനുഷ്യൻ്റെ കൂടെയുള്ള സാധനമാണ്. മനുഷ്യനിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു വസ്തുവാണ് സമയവും സ്ഥലവും. അതിൽ നിന്ന് സ്ഥലമാണോ സമയമാണോ മനുഷ്യരുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അത് സമയമാണ്. അതിനെന്താ തെളിവ്? രണ്ടും ഒരുപോലെയല്ലേ? അല്ല, സമയം തന്നെയാണ്. കാരണം സ്ഥലം പടക്കപ്പെടാത്ത കാലമുണ്ടായിരുന്നു, കാലം പടക്കപ്പെടാത്ത സമയമുണ്ടായിട്ടില്ല. സ്ഥലം പടക്കപ്പെടാത്ത കാലമുണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിനെ പടക്കപ്പെട്ടപ്പോൾ സമയമുണ്ടായി. സമയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാധനം, പുതിയൊരു സാധനം ഉണ്ടാവുക എന്ന സമയത്തിൻ്റെ അർത്ഥം. ഇത്ര സമയത്തിനർത്ഥം. സമയത്തിൻ്റെ പല അർത്ഥമുണ്ട്. സമയം ടൈമീസ്, വാച്ചിലേക്ക് വാച്ച് കാണുന്നു, ടൈമീസ് കാണുന്നത്, മൊബൈൽ കാണുന്നത്, അതിനൊരു ടൈം സമയം എന്ന് പറയും നമ്മൾ. ആ സൂചി ഇങ്ങനെ കറങ്ങണത്, അതിന് ടൈം എന്ന് പറയും നമ്മൾ. പിന്നെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറക്കം തീർക്കുക, അതിന് നമ്മൾ സമയം എന്ന് പറയും. അതൊക്കെ സമയത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ഈ ഭൂമിയൊക്കെ പുണ്യം ഉണ്ടാകാതെ അതിൻ്റെയൊക്കെ മുമ്പുള്ള ടൈം ഏതാ? ഫിലോസഫി എന്താ പറയണത്? പുതിയ ഫിലോസഫി ഭൂമിയുടെ കറക്കത്തിനെ പറ്റിയ ടൈം പറയും. പിന്നെ ടൈമിന് ഫിലോസഫി തന്നെ വേറൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയൊക്കെ പടക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പുതിയ സാധനം, ദൈവമല്ലാത്ത ഒരു സാധനം ആദ്യമായി ഉണ്ടായാൽ ആ ഉണ്ടാകുന്ന അവസ്ഥക്ക് സമയം എന്ന് പറയും. അത് നമ്മളും പറയുന്നുണ്ട്. എപ്പോഴാണ് കുഞ്ഞാപ്പു പാത്തുമ്മു എപ്പോഴാണ് പ്രസവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പാത്തുമ്മു പ്രസവിച്ചത് കുഞ്ഞാപ്പു കയറി വന്നപ്പോൾ പ്രസവിച്ചു. അപ്പോൾ കുഞ്ഞാപ്പുവിൻ്റെ കയറി വരവ് അത് ടൈമാക്കി കൂട്ടി. അപ്പോൾ പുതുതാകുന്ന വസ്തുക്കളെ ടൈമാക്കി കൂട്ടും. എന്നതുപോലെ അള്ളാഹു അല്ലാത്തൊരു വസ്തു പുതുതായി വന്നപ്പോൾ അന്ന് തന്നെ ടൈം. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിനെ അള്ളാഹു നൂറ് മുഹമ്മദി, ഹഖീഖത്ത് മുഹമ്മദിയത്തിന് അള്ളാഹു പടച്ചു വെച്ച ആ സന്ദർഭം, അതാ ടൈം തുടങ്ങണത്. അത് ഇസ്നൈനിയല്ലേ? ആ ടൈം ഇസ്നൈനിയല്ലേ? ആ ടൈം തിങ്കളല്ലേ? അഹദ് പോയിട്ടൊന്നുമില്ല. അഹദ് മാത്രമുള്ള അവസ്ഥ പോയി. അഹദിന്റെ പുറമെ മറ്റൊരു മൗജൂദുണ്ടായില്ലേ? അപ്പൊ ഇസ്നൈനി ആയില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രസവിക്കപ്പെട്ട ആ ടൈം തന്നെ ഇത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തു. അത് അതിന്റെ മുമ്പുള്ള അവസ്ഥ യൗമുൽ അഹദ്. അതാണ് ഞായർ, തിങ്കൾ, ചൊവ്വ അങ്ങനെ തുടങ്ങേണ്ടി. നിങ്ങൾ ഇപ്പം പുതിയ ആൾക്കാരായിക്കാണ്ട്, തീവ്രവാദികളായിക്കാണ്ട് വെള്ളി, ശനി അങ്ങനെ തുടങ്ങണ്ട. ദിവസത്തിന്റെ തുടക്കം ഞായറാന്നാ പറയണത്. ഇമാം ഗൗസുദ്ദബ്ബാഗ് പറഞ്ഞിട്ടുണ്ട്,
ദിവസത്തിൻ്റെ തുടക്കം ഞായറാണ്, യൗമുൽ അഹദ്. പിന്നെ യൗമുൽ ഇസ്നൈൻ, അങ്ങനെയാണ് വരുന്നത്. യൗമുൽ സുലാസ, ചൊവ്വ. സുലാസ എന്ന 3 എന്നല്ലർത്ഥം. യൗമുൽ അർബിഅ 4 എന്നല്ല അർത്ഥം. യൗമുൽ ഖമീസ് 5 എന്നർത്ഥം. യൗമുൽ ജുമുഅ. അപ്പോൾ ടൈമിനാണ് സ്ഥലത്തേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം മനസ്സിലാക്കി. ടൈമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകണില്ല. അതുകൊണ്ട് മുത്തുനബിയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് മുത്തുനബിയുടെ ടൈം. അപ്പോൾ മുത്തുനബിയുടെ ടൈമിനാണ് മറ്റുള്ള എല്ലാ ടൈമിനേക്കാളും സ്ഥാനം. ഫഇന്ന കുല്ല ദീ ശറഫിൻ, എല്ലാ സ്ഥാനമുള്ള വസ്തുവും ഇന്നമാ നാലഹു മിൻ നബിയ്യിനാ ഖാസിമിൻ നിഅമി വൽ ഹനാൻ, എല്ലാ സ്ഥാനവും മഹിമയുള്ള വസ്തുക്കൾ, വ്യക്തികൾ, സൃഷ്ടികൾ, അവർക്കത് ലഭിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ നിഅമത്തുകളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വിഹരിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് എല്ലാ സ്ഥാനവും കിട്ടുന്നത്. നബി തങ്ങൾ കാരണം കൊണ്ട് അല്ലാതെ സ്ഥാനം കിട്ടിയ ഒരു വസ്തു ഉണ്ടെങ്കിൽ പറയും. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ബഹുമാനിച്ചു. എന്താ മനുഷ്യർക്ക് ബഹുമാനം കിട്ടാൻ കാരണം? നൂറ് മുഹമ്മദിയുടെ കോലത്തിൽ മനുഷ്യനായതുകൊണ്ട്. ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ കോലത്തിൽ പഠിച്ച ഏക വസ്തു അത് മനുഷ്യനാ. വേറെ ആരും പഠിച്ചിട്ടില്ല. മലക്കാളും അങ്ങനെ പഠിച്ചിട്ടില്ല. മനുഷ്യനായതുകൊണ്ടാണ്. നൂറ് മുഹമ്മദിൻ്റെ കോലായതുകൊണ്ടാണ് മനുഷ്യന് വലക്കത് കറംനാ ബനി ആദം. എല്ലാം അങ്ങനെ പുത്തനബിനെ കൊണ്ടല്ലാതെ ആർക്കും ഒരു സ്ഥാനവും കിട്ടിയിട്ടില്ല. വഹുവ അലാ ഖദ്രിൽ ഖുർബി മിൻഹു, സ്ഥാനം മുത്തുനബിയുമായുള്ള അടുപ്പത്തിനനുസരിച്ചാണ് സ്ഥാനമുണ്ടാവുന്നത്. മുത്തുനബിയോടുള്ള അടുപ്പത്തിനനുസരിച്ചാണ് സ്ഥാനം കൂടുന്നത്. ഹലീമ ബീവി അല്ല, ആദ്യത്തെ ഉമ്മാര ഹവ്വാ ഉമ്മ. ഹവ്വാ ബീവിയാണ് ആദ്യത്തെ ഉമ്മ. ഹവ്വാ ബീവി ആദ്യത്തെ ഉമ്മായിട്ട് ഹവ്വാ ബീവിക്കാണോ സ്ഥാനം, അതോ ആമിന ബീവിക്കാ സ്ഥാനം? സംഗതി എല്ലാ മനുഷ്യന്മാരെയും ഉമ്മയാണ് ഹവ്വാ ബീവി. എന്നിട്ട് ഹവ്വാ ബീവിക്കാണോ സ്ഥാനം, ആമിന ബീവിക്കാ സ്ഥാനം. കാരണം ഹവ്വാ ബീവിക്ക് കിട്ടിയ സ്ഥാനം മുത്തുനബിയോട് ബന്ധമുള്ള സ്ഥാനം തന്നെയാണ്. കാരണം മുത്തുനബിയുടെ നൂറ് മുഹമ്മദി, ഹഖീഖത്ത് മുഹമ്മദിയെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന ആദ്യ പുരുഷിയാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. നൂറ് മുഹമ്മദിയുടെ കോലത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സ്ത്രീയാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഹവ്വാ ബീവിക്ക് ആ സ്ഥാനം കിട്ടിയത്. പക്ഷേ ആമിന ബീവി റസൂലുള്ളാഹിനെ നേരെ പ്രസവിച്ചു. അതുകൊണ്ട് ആമിന ബീവിൻ്റെ സ്ഥാനം ഹവ്വാ ബീവിക്കില്ല. ഇമാം ബൂസീരി ഹംസിയയിൽ തന്നെ പറഞ്ഞു കാണും, മറിയം ബീവിക്ക് ആമിന ബീവിൻ്റെ സ്ഥാനമല്ല. മറിയം ബീവി വലിയ വലിയത്തായിരുന്നു, കറാമത്തൊക്കെ കാണിച്ച വലിയത്താണ് മറിയം ബീവി. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിച്ച ആളാണ് മറിയം ബീവി. പക്ഷെ മറിയം ബീവിയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവിയുടെ അടുത്തേക്ക് എത്തൂല. നൂറ് മുഹമ്മദിയെ ഗർഭം ചുമന്ന് പ്രസവിക്കാന്ന് പറഞ്ഞ സ്ഥാനം അവിടെ എല്ലാവരും തോറ്റുപോയി. ഹവ്വാ ബീവി നൂറ് മുഹമ്മദിയെ ചുമന്നിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ഹാജർ, അവരും നൂറ് മുഹമ്മദിയെ ചുമന്നിട്ടുണ്ട്. അവരുടെ വയറ്റിലൂടെയാണല്ലോ കയറി ഇറങ്ങി വരുന്നത്. പക്ഷെ അത് മുത്തുനബിയായി രൂപപ്പെട്ടത് എവിടുന്ന? ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ വെച്ചാണ് രൂപപ്പെടുന്നത്. ആ ഒരു ഭാഗ്യം അവസാന നിമിഷം
അവസാന നിമിഷം ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. അത് അനുഭവിച്ചത് ആമിന ബീവിക്ക. അതുകൊണ്ട് അവിടെ മറ്റുള്ളവരെല്ലാം തോറ്റുപോയി. ഖദ്രിൽ ഖുർബി മിന്നു. എന്നിട്ട് ആമിന ബീവി മുഅ്മിനാണോ എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് തർക്കം. എന്തിനാ? ആമിന ബീവി വലിയത്ത. ആമിന ബീവി അന്ന് ഭൂമി ആകെ കണ്ടിട്ടുണ്ട്. ഔലിയാക്കന്മാർക്കാണ് ഭൂമിയോരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ. അത് മൊയ്തീൻ ശൈഖ പറഞ്ഞ്, ഭൂമിയൊരുണ്ട പോലെ ഭൂമിയിൽ സർവ്വ ഞാൻ കണ്ടു. ആമിന ബീവിയാണ് ആദ്യം അത് അനുഭവിച്ചത്. ഭൂമിയൊരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ. റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട ആ രാത്രി ആമിന ബീവി ഭൂമിയാകെ ആമിന ബീവിക്ക് കശ്ഫുണ്ടായി, മുകാശഫത്തുണ്ടായി. ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത്, കാബയുടെ മുകളിൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ വലിയ പതാക പറക്കുന്നതായി കണ്ടു. ഭൂമിയാകെ പ്രകാശിക്കുന്നതായി കണ്ടു. അങ്ങനെ പല അത്ഭുതങ്ങളും ആമിന ബീവി ആ റൂമിൽ വെച്ച് ഇങ്ങനെ കശ്ഫ് കൊണ്ട് കണ്ടിട്ടുണ്ട്. ആകാശം കണ്ടു. കിടക്കുന്ന അകത്ത് വെച്ചിട്ടാണ് കാണുന്നത്, ആകാശത്തുള്ള സംഗതികളൊക്കെ കാണുന്നത് ആമിന ബീവി. അപ്പോ ആമിന ബീവി വലിയത്ത. മൗലിദുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും ജന്മമാസവും ജന്മരാത്രിയുമൊക്കെ അഖ്റബു മുദാൻ, ഏറ്റവും മുത്തുനബിയോട് അടുത്ത വസ്തുവാണ്. അതുകൊണ്ട് ആ ജന്മരാത്രിക്കും പകലിനും ജന്മമാസത്തിനുമാണ് മറ്റുള്ള എല്ലാ സമയങ്ങളെക്കാളും സ്ഥാനം. അതെന്തെന്നിട്ട് പറയുന്നത്, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് ഖുർആനിലുണ്ട്. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയതാണ്. ലൈലത്തുൽ മൗലിദിനെ പറ്റി അങ്ങനെ പറഞ്ഞില്ലല്ലോ. അത് വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൻ്റെ ആയത്തുകൾ, സൂക്തങ്ങളിൽ ധാരാളം പഠിക്കാനുണ്ട്, ആലോചിക്കാനുണ്ട്. അതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം മനസ്സിലാക്കരുത്. അപ്പോൾ ലൈലത്തുൽ ഖദ്റുമെന്ന് പഠിക്കണം. ആകാശത്ത് ഖുർആൻ ഇറങ്ങിയപ്പോൾ ലൈലത്തുൽ ഖദ്റിന് എത്ര സ്ഥാനം ഉണ്ടല്ലേ. ഭൂമിക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ ആ രാത്രിക്ക് എത്ര സ്ഥാനം വേണം. അതാവേണ്ട ലൈലത്തിൽ വെച്ച് ഏറ്റവും വലിയ ലൈലത്തുൽ ഖദ്ർ അന്നാവേണ്ടേ. ലൈലത്തുൽ ഖദ്ർ ഒന്നും നല്ല എന്നർത്ഥം. അതിനേക്കാൾ വലിയ ലൈലത്തുൽ ഖദ്ർ ആ റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട രാത്രിയാണ്. അതെന്തേ പറയേണ്ട ആവശ്യമില്ല. അത് ആശിഖീകളും മുഹബ്ബീങ്ങൾക്കും അള്ളാഹിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അവർക്ക് കിട്ടണമെങ്കിൽ ഇത് പ്രത്യേകം പറയരുത്. ഇഷ്കോടും മഹബത്തോടും മനസ്സിലാക്കിയെടുക്കണം. ഇഷ്കും മഹബത്തുള്ള ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കും. അതങ്ങനെ അവരതിനനുസരിച്ച് അമൽ ചെയ്യും. അതാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അത് ഉൾക്കൊണ്ടിട്ട് ഒരാൾ ലൈലത്തുൽ മൗലിദിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു, മൗലിദ് ഓതി, റസൂലുള്ളാഹിന്റെ മദ്ഹ് വർദ്ധിപ്പിച്ചു, അന്ന് സ്വതക്കകൾ വർദ്ധിപ്പിച്ചു, അന്ന് ഇബാദത്തുകളിൽ മുഴുകി, അന്ന് പ്രാർത്ഥനകളിൽ മുഴുകി. എന്നാൽ അവന് 1000 മാസത്തിൻ്റെ പുണ്യമല്ല, എണ്ണമറ്റ പുണ്യമാണ്, കണക്ക് പറയാൻ കഴിയാത്ത പുണ്യമാണ് ലൈലത്തുൽ മൗലിദിന് ഉള്ളത് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ നിഅമത്തുൽ കുബ്ര എന്നുള്ള കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം എന്തേ പറയാതിരുന്നത് വ്യക്തമായിട്ട് ഖുർആനിൽ എന്ന് പറഞ്ഞതിന് ആണിപ്പോൾ മറുപടി പറയാൻ ഒക്കെ വ്യക്തമായിട്ട് പറയൂല. വലിയ ശിദ്ദത്തി വുളൂഹി, ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായതുകൊണ്ട് ലൈലത്തുൽ മൗലിദിന് പുണ്യമുണ്ട് എന്നുള്ളത് അല്പം ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ വ്യക്തമായതുകൊണ്ട് ലം തനുസ്സ അലാ അഫ്ളലിയ്യതിഹി, റസൂലുള്ളാഹി ജനിച്ച ദിവസം മാസം അതിന് പുണ്യമുണ്ട് എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവും മാസമാണ് എന്നുള്ളത് വ്യക്തമാക്കിയില്ല. അസുന്നത്തു വൽ ഖുർആൻ, ഹദീസും ഖുർആനും വൽ ഫുർഖാൻ, ഹദീസും ഖുർആനും ആ കാര്യം വ്യക്തമാക്കിയില്ല. എന്തുകൊണ്ട്? അത് അത്രയും വ്യക്തമായതുകൊണ്ട്. ഇതുപോലെ ഖുർആൻ പറഞ്ഞു വലാ തഖുല്ലഹുമാ ഉഫിൻ, മാതാപിതാക്കളോട് നീ ഒരിക്കലും ഉഫ് എന്ന് പറയരുത്, വെറുത്തിട്ട് ഛേ എന്ന് പറയരുത്. അതിൻ്റെ അർത്ഥം ഛേ എന്ന് പറയരുത്, പിന്നെന്താ പറയുക, പെരിച്ചായി എന്ന് വിളിക്കാന്നാ,
മാതാപിതാക്കളെ പരട്ടിക്കൊന്ന് കൊടുക്കാൻ പറ്റുന്നതിനകത്ത് അർത്ഥം ചേന്ന് മാത്രം പറയരുത്. ചേന്നുള്ള അക്ഷരം മാത്രം ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാ അക്ഷരവും പറയാന്ന, ബാക്കിയുള്ള എല്ലാ വാക്കും പറയാന്ന അല്ല. അപ്പം ചേന്ന് ഖുർആനിൽ പറഞ്ഞു അല്ല ചേന്നേ പറയരുത് എന്നാണ്. ഞാൻ അവിടെ നിൽക്കട്ടെ, എൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ഷാഫിമാൻ പറഞ്ഞു തന്നിട്ട് വേണം. ഷാഫിമാൻ പറയാതെ നമ്മൾ എന്താ പറ്റില്ല, ചേന്ന് പറയണ്ട, ബാക്കിയുള്ളതൊക്കെ പറയാൻ പാടുണ്ടോ ഇല്ലയെന്ന് ഷാഫിമാൻ പറയട്ടെ, അങ്ങനെ കാത്തിക്കുക. അതല്ല. അപ്പം അത് വളരെ വ്യക്തമാണ്. മാതാപിതാക്കളെ ചേന്നെ പറയാൻ പാടില്ല, എൻ്റെ അപ്പുറത്ത് ഏതായാലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തതാക്കി പറയാതിരുന്നത്. അഹ്മദ് ബുനൈസ് റഹിമുല്ല ബുർദത്തു ഷരീഫയുടെ ഷറഹിൽ വ്യാഖ്യാനത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വലൗലാ നസ്സുന്നല ഫദ്ല ലൈലത്തുൽ ഖദ്രി വൽ ജുമുഅ, ലൈലത്തുൽ ഖദ്റിൻ്റെ സ്ഥാനവും ജുമുഅയുടെ വെള്ളിയാഴ്ചയുടെ സ്ഥാനവും അള്ളി റസൂൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ലമാ ഉലമാൻ, അത് അറിയപ്പെടൂലേനു. വെള്ളിയാഴ്ചയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെന്ന് ആരും മനസ്സിലാക്കൂല. കാരണം ആദനബിനെ പഠിച്ച ദിവസമല്ലേ, അതാരും മനസ്സിലാക്കൂല. റസൂലുള്ളാഹിനെ പഠിച്ച ദിവസത്തിന് സ്ഥാനം ഉണ്ട് എന്ന് ആദനബിനെ പഠിച്ച ദിവസം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. വെള്ളിയാഴ്ചനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നത് വെള്ളിയാഴ്ചനെ പറ്റിയാണ് മനസ്സിലാക്കണതോ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും കൂടെ മനസ്സിലാക്കണം. ബുദ്ധിയുള്ള സ്വഹാബത്ത് നല്ല ബുദ്ധിയാണ്. സ്വഹാബത്ത് പൊട്ടാടികളായിരുന്നില്ല, അതുകൊണ്ടാണ് ദീൻ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ വെള്ളിയാഴ്ചക്കുള്ള സ്ഥാനമാനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും തിങ്കളാഴ്ചക്ക് വലിയ സ്ഥാനമുണ്ട്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.